നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ.ഡി. നടത്തിയ റെയ്ഡിനെ സംബന്ധിച്ചുള്ള കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വരുമ്പോൾ പല പ്രതികളും ഇ.ഡി. സംഘത്തിനെ ആക്രമിച്ച പല പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഐ.പി. ബിനു എന്ന കൊടും ക്രിമിനൽ താൻ സ്വയം കീഴടങ്ങുകയാണ്, DGPയുടെ മുമ്പിലേക്ക് ഞാൻ പോയി എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയും. അതല്ലേ ഹീറോയിസം എന്നുള്ള രീതിയിൽ പിടികൊടുത്തിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഉയരുന്ന ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഭരണം മാറിയിട്ടും പോലീസിൻ്റെ നിയന്ത്രണം ഇപ്പോഴും ആരുടെ കയ്യിലാണ്? കേരള പോലീസിൻ്റെ. കാരണം ഈ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച ക്രിമിനലുകൾ എന്ന് തന്നെ വിളിക്കണം. കാരണം ഇന്നലത്തെ തത്വമയുടെ ചർച്ചയിൽ വിശദമായി സനോജിയുമായുള്ള ചർച്ചയിൽ അത് പറഞ്ഞിരുന്നു. കാരണം ഈ തിരുട്ട് ഗ്രാമത്തിലൊക്കെ, തമിഴ്നാട്ടിലൊക്കെ ഈ ഹൈവേയുടെ ഓരങ്ങളിലുള്ള തിരുട്ട് ഗ്രാമങ്ങളിൽ രാത്രി പാഞ്ഞു പോകുന്ന കാറുകൾക്ക് നേരെ അതിൻ്റെ ചില്ലുകളിലേക്ക് മുട്ടയെറിഞ്ഞ് ഒരു കാഴ്ച നശിപ്പിച്ച് കാറുകൾ നിർത്തി കൊള്ളയടിക്കുന്ന രീതിയാണ് ഈ തിരുട്ട് ഗ്രാമങ്ങളിലൊക്കെ ഉള്ളത്. അത്തരത്തിലൊരു രീതിയാണ് ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ഈ ഐ.പി. ബിനു എന്ന കൊടും ക്രിമിനൽ പ്രകടമാക്കിയത്. അല്ലെങ്കിൽ അതാണ് ചെയ്തത്, അവലംബിച്ചത്. മുട്ടയെറിഞ്ഞ് ഗ്ലാസിൻ്റെ ഒരു വിസിബിലിറ്റി, കാഴ്ച പൂർണ്ണമായിട്ട് മറച്ച് കാറ് തടഞ്ഞ് പിന്നീട് അതിനെ അടിച്ച് പൊട്ടിച്ച് കല്ലും കട്ടയും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു ക്രിമിനൽ ഇപ്പോൾ പോലീസ് പിടിയിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് സാഹചര്യം ഒരുക്കി നിഷ്ക്രിയരായി നിന്ന, അല്ലെങ്കിൽ അതിനൊരു പരിധിവരെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ പ്രവർത്തിച്ച കേരള പോലീസിൻ്റെ ഒരു നടപടി ഇപ്പോൾ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചോദ്യമുയരുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ കഴിവിനെക്കുറിച്ചാണ്. കാരണം ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഈ പോലീസിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസോസിയേഷൻ്റെ അംഗങ്ങളായിട്ടുള്ള പോലീസുകാരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഏത് നാട്ടിലും, പ്രത്യേകിച്ച് ഭാരതം പോലൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏത് സംസ്ഥാനത്തും ഭരണം മാറുമ്പോൾ മുകളിലിരിക്കുന്ന മന്ത്രി കഴിവുള്ളയാളാണെങ്കിൽ പോലീസ് അവരുടെ രാഷ്ട്രീയം, വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം എന്തും ആയിക്കൊള്ളട്ടെ, ഭരണത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് വേണ്ടതും. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് തന്നെയാണ് വേണ്ടത്. ആ ഭരണാധികാരികളുടെ ഇഷ്ടം നല്ലതോ ചീത്തയോ എന്നുള്ളത് പിന്നീട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയം പാടില്ല. അവർ രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് വെപ്പ്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണ്. അധികാരത്തിലിരിക്കുന്ന മന്ത്രിയുടെയും അല്ലെങ്കിൽ ആ ഭരണയന്ത്രത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കണം പോലീസിൻ്റെ പ്രവർത്തനമെന്നുള്ളത് അലിഖിതമായൊരു നിയമമാണ്. അലിഖിതമെന്നല്ല, പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ, പോലീസിൻ്റെ ഒരു സർവീസ് മാനുവൽ അനുസരിച്ച് തന്നെ അത് നിയമമാണ്. അത്തരത്തിലുള്ളൊരു നിയമം നിലവിലിരിക്കുക ആഭ്യന്തരമന്ത്രിയുടെ അധികാരപരിധി എന്നുള്ളത് കേരള പോലീസിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കുക. പ്രത്യേകിച്ച് വിജിലൻസ് പോലൊരു സംവിധാനം പോലും കയ്യിൽ ഉൾക്കൊള്ളുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ്. അത്തരത്തിൽ വളരെ അപൂർവമായ ഒരു ആഭ്യന്തരമന്ത്രി വരാറുള്ളൂ, മുഖ്യമന്ത്രി അല്ലാത്ത ഒരു പ്രത്യേക ആഭ്യന്തരമന്ത്രി. അത്തരത്തിലുള്ള അധികാരം കൈയാളുന്ന രമേശ് ചെന്നിത്തലയുടെ കീഴിൽ ഈ പോലീസ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരോട് കൂറ് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഉള്ളുകള്ളികൾ എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളതൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. അതേസമയം തന്നെ ഈ ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന പോലെ മന്ത്രിസഭയുടെ നേതാവ് എന്ന് കരുതപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങളും ഇന്നലെ മാധ്യമങ്ങൾ നിരന്തരമായി ചോദിച്ചിരുന്നു. ഇന്നലെ മുഴുവൻ മൗനമവലംബിച്ച അദ്ദേഹം ഇന്ന് അതിനെ സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാരണം ഈ ഇ.ഡിയുടെ റെയ്ഡുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, അതൊരു പരിഹസിച്ച് തള്ളുകയായിരുന്നു. കാരണം അദ്ദേഹം ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇ.ഡി റെയ്ഡ് നടത്തിയതെന്നുള്ളൊരു പ്രചാരണം കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇ.ഡി എത്രയും പെട്ടെന്ന് റെയ്ഡുകൾ നടത്തിയത്. ഇനി കേരള പോലീസിൻ്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ഇ.ഡി റെയ്ഡിനെ കുറിച്ച് മുന്നറിയിപ്പ് അല്ലെങ്കിൽ മുൻകൂറായിട്ടൊരു അറിയിപ്പ് കേരള പോലീസിന് ലഭിച്ചിരുന്നില്ല എന്നാണ് രാവട ചന്ദ്രശേഖർ, ബഹുമാനപ്പെട്ട DGP, ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ആ ഒരു അവകാശവാദം ഒന്ന് പരിശോധിച്ചാൽ അതൊരു പക്ഷേ സത്യമാകുവാൻ സാധ്യതയുണ്ട്. പ്രേക്ഷകർ ഒരു കാര്യം ആലോചിക്കുക, പോലീസിനെ വിവരം അറിയിക്കാതെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്യമം NIA ഒരിക്കൽ നടത്തിയിരുന്നു. ആദ്യത്തെ ഉദ്യമം ഏതാണ്ട് പൂർണ്ണമായി പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം ആ NIA ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ NIA പറയുന്നത്, കേരള പോലീസിനെ മുൻകൂർ വിവരം അറിയിച്ചതുകൊണ്ട് ഈ പറഞ്ഞ ഭീകരവാദികളെല്ലാം ഒളിവിൽ പോയി. രണ്ടാമത്തെ തവണ കേരള പോലീസിനെ അറിയിക്കാതെ അവർ വന്നു. കേന്ദ്രസേനയുടെ സംരക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ സഹായത്തോടുകൂടി കേരളത്തിൽ വന്നിറങ്ങി ഒരുമാതിരി ഈ തൂത്തുവാരി എടുത്തുകൊണ്ട് പോയി എന്ന് പറയില്ലേ, അത്തരത്തിൽ ഈ ഭീകരവാദികളെല്ലാം ഇവിടുന്ന് തൂത്തുവാരി എടുത്തുകൊണ്ട് പോയി തിഹാറിൽ നിക്ഷേപിച്ചു.
അത്തരത്തിലുള്ള ഒരു പ്രക്രിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൈക്കൊള്ളാറുണ്ട്. കാരണം പ്രാദേശികമായിട്ടുള്ള നിയമപാലകരിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അത്തരത്തിലൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു നടപടി അവർ കൈക്കൊള്ളാറുണ്ട്. മുൻകൂട്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അവരെ അറിയിക്കാറില്ല. പക്ഷേ അറിയിച്ചതിന് ശേഷം ആ പ്രദേശത്ത് അക്രമത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു പോലീസിൻ്റെ പെരുമാറ്റം. അത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയും ഇന്നലെ തത്വമയിൽ ഉണ്ടായിരുന്നതാണ്. പ്രേക്ഷകരത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ സനോജിയുമായി ഞാൻ നടത്തിയൊരു ചർച്ചയുടെ ലിങ്ക് ഒന്ന് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുവാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഒന്ന് കാണുക. അതിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സനോജിയും അത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. കാരണം പോലീസ് സേനയുടെ അഭാവം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ എണ്ണത്തിൽ പോലീസ് സേനയെ എത്ര പോലീസുകാരെ വേണമെങ്കിലും അവിടെ എത്തിക്കുവാനുള്ള ഒരു ശേഷി ആ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്ത്, അതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എത്ര പോലീസുകാർക്ക് വേണമെങ്കിലും അവിടെ എത്തിച്ചേരുവാനുള്ള ഒരു സംവിധാനം കയ്യിലുണ്ടായിട്ട് പോലും പോലീസുകാർ ഈ ക്രിമിനലുകളെ, ഈ കുറ്റവാളികളെ അഴിഞ്ഞാടുവാൻ അനുവദിച്ചു എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയുടെ മേലൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കഴിവുള്ള നേതൃത്വമാണ് ഭരിക്കുന്നതെങ്കിൽ പോലീസുകാർ അവരുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അവർ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് ഈ കഴിവില്ലാത്തൊരു മന്ത്രി തലപ്പത്തിരിക്കുമ്പോൾ സ്വേച്ഛയാ അല്ലെങ്കിൽ മുൻ ഭരണകൂടത്തോട് കൂറു പുലർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. കാരണം DMK-യോട് തന്നെയാണ് ഇപ്പോഴും പോലീസിലെ ഉന്നതോദ്യോഗസ്ഥന്മാരിൽ പലർക്കും കൂറ്. അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവിടെ വളരെയധികം കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ 15 ദിവസങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് തടയുന്നതിൽ നിന്നോ, അല്ലെങ്കിൽ അത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ നടപടികൾ എടുക്കുന്ന, കുറ്റവാളികളെ പിടിക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ ആ പിടിക്കുന്ന കാര്യത്തിൽ ഒരു ഗൗരവമായൊരു മുഖം പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിനോ പോലും പോലീസ് തയ്യാറാകുന്നില്ല. വളരെ അലസ മനോഭാവത്തിലാണ് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് DMK-യോടുള്ള കൂറുകൊണ്ടാണെന്ന് ഒരു വശം നിന്ന് ആരോപണം ഉയർന്നു. മറുവശത്ത് പറയുന്നത് DMK അവരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. കാരണം 6 മാസങ്ങൾ മാത്രമേ ഈ മന്ത്രിസഭയ്ക്ക് ആയുസുള്ളൂ. കാരണം വിജയുടെ മന്ത്രിസഭ ഒരു ന്യൂനപക്ഷ മന്ത്രിസഭയാണ്, കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭ ഉടനെ താഴെ വീഴും, വീണ്ടും ഞങ്ങൾ ഭരണത്തിൽ വരും, നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും അവരുടെ പ്രീതി നേടുവാനുള്ള പ്രവൃത്തികൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഭീഷണി DMK-യുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. സത്യം എന്ത് തന്നെയായാലും, ഇതിൽ ഈ 2 ആരോപണങ്ങളിൽ ഏത് തന്നെയായാലും സത്യം, അതിൻ്റെ ഒരു ആത്യന്തികമായൊരു ഫലം നമ്മൾ ഗണിച്ചെടുക്കേണ്ടത് ഭരണകർത്താക്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. കാരണം ഒരു ദിവസം മാത്രം അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരി, മുതൽവൻ സിനിമയിലെ പോലെ ഒരു ദിവസത്തെ CM എന്നല്ല ഞാൻ പറയുന്നു, ഒരു ഭരണാധികാരിക്ക് കഴിവുണ്ടെങ്കിൽ പോലീസ് സേനയും ആ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും. അതിനുള്ള ഉദാഹരണം അറിയണമെങ്കിൽ പശ്ചിമ ബംഗാളിലേക്ക് നോക്കിയാൽ മതി. കാരണം നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ പശ്ചിമ ബംഗാളിലെ പോലീസ് സംവിധാനം ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോഴത്തേക്ക് അങ്ങ് നന്നായി എന്ന്? അല്ല. സുവേന്ദു അധികാരി കഴിവുള്ള ഭരണാധികാരിയാണ്, നേതാവാണ് എന്ന വ്യക്തമായ ധാരണ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റവാളികളായ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ നാട്ടുകാർ കൈവയ്ക്കുന്നതിന് മുമ്പ് അവിടുത്തെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പശ്ചിമ ബംഗാളിലെ പോലീസ് ഒരു രാത്രി കൊണ്ട് മാറിയെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ കഴിവ് തന്നെയാണ്, ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി തലപ്പത്തുണ്ടെങ്കിൽ പോലീസ് സംവിധാനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇനി അതിൻ്റെ ഒരു മറുവശം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു നിയന്ത്രണം ഇപ്പോഴും പോലീസ് സേനയുടെ മേൽ ചെലുത്തുവാൻ ആയിട്ടില്ല, അതിന് സമയമായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു സഹായം വേണം. കാരണം പോലീസ് സേനയിലൊരു ധാരണയുണ്ടെന്ന് കരുതുക, ആഭ്യന്തരമന്ത്രി, വിജിലൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളൊരു ധാരണ പോലീസ് സേനയിൽ പടർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അവരവരുടെ തന്നിഷ്ടം കാണിക്കും. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടി നേരിടേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. കാരണം ആഭ്യന്തര വകുപ്പിലുണ്ടാകുന്ന കുഴപ്പങ്ങൾക്കൊന്നും താൻ ഉത്തരവാദിയല്ല, ആഭ്യന്തര വകുപ്പുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തരത്തിൽ രമേശ് ചെന്നിത്തലയോട് മുഖം തിരിച്ച ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് തൽപര കക്ഷികൾ പറയുന്നു, അല്ലെങ്കിൽ വിശ്വസനീയമായ വൃത്തങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. കാരണം അവർ തമ്മിലൊരു ആന്തരികമായൊരു ഉരസലുണ്ട്. KC വേണുഗോപാലിനെതിരെ അവർ ആത്യന്തികമായി ഒന്നിച്ചെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകുവാൻ സാധിക്കാത്തതിലുള്ള ഒരു ചെറിയ കാലുഷ്യവും
വി.ഡി. സതീശൻ ആഭ്യന്തര വകുപ്പ് കയ്യിൽ നിന്ന് പോയതിന്. കാരണം മുഖ്യമന്ത്രിയാകുക എന്നുള്ള ഒരു സ്വാഭാവികമായി പ്രവർത്തന പരിചയമുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് ഉൾപ്പെടെ സ്വന്തം കയ്യിലായിരിക്കണമെന്നുള്ളതാണ്. അത് നടക്കാതെ പോയതിൻ്റെ ഒരു കാലുഷ്യം വി.ഡി. സതീശൻ്റെ മനസ്സിലുമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിലുള്ളൊരു അസ്വാരസ്യം അവർക്കിടയിൽ നിലനിൽക്കുന്നതും പോലീസ് സേനയിൽ ഈ പഴയ ഭരണകൂടത്തോടുള്ള കൂറ് തുടരുവാൻ ഉള്ള കാരണമാകുന്നു. ഇവിടെ ഇത്തരത്തിലുള്ളൊരു കൂറ് തുടരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് അസോസിയേഷനിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്വാധീനവും എല്ലാം പ്രസക്തമാകും. നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മ. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് വളരെ ഗൗരവമേറിയൊരു പ്രശ്നമായി തന്നെയാണ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. കേന്ദ്രവും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ഇവരുടെ അറസ്റ്റിലോ അവർക്കെതിരെയുള്ള നിയമ നടപടികളിലോ ഈ I.P. വിനു ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്കെതിരെയുള്ള നിയമ നടപടികളിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം കൃത്യമായി ഡിജിറ്റൽ തെളിവുകളായി ലഭ്യമായത് കൊണ്ട് തന്നെ കോടതിയിലൂടെ തന്നെ ഈ ഒരു അന്വേഷണം CBIയിലേക്ക് മാറ്റുവാൻ ഒരുപക്ഷെ വളരെ നിസ്സാരമായി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഇ.ഡിക്ക് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഇ.ഡി. മുന്നോട്ട് വെച്ചാൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആവശ്യം തള്ളിക്കളയുവാൻ കോടതിക്ക് പോലും ആകില്ല. ഇവിടുത്തെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഈ ആവേശം കാണിച്ച് തെരുവിലിറങ്ങി പിണറായി വിജയനെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച ഒരാളും അടുത്തൊരു 5-6 വർഷത്തേക്ക് പുറം ലോകം കാണില്ല എന്നുള്ള കാര്യം തീർച്ചയായിരിക്കും. എന്തായാലും കാര്യങ്ങൾ അത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്കത് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഭരണാധികാരികളുടെ ഒരു കഴിവുകേടും ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഒരു പോലീസ് സംവിധാനത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.